ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്ട്രിക്. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്ന് നോക്കിയേ. റൈറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്വയർ ഇൻ ഈച്ച് ടേംസ് ഓഫ് ദ ഫോളോയിങ്. അപ്പം നമ്മുടെ ഇന്ന് ചെയ്യാനിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. റൈറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്വയർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2 + x² + x. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്താണ് കോഎഫിഷ്യന്റ് എന്ന് നമ്മൾ അറിയണം. കോഎഫിഷ്യന്റ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോഎഫിഷ്യന്റ്? നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയായിരുന്നല്ലോ അല്ലെ. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ടേം തന്നു കഴിഞ്ഞാൽ അത് നോക്കിക്കേ, ഇതില് ഈ എക്സ്നോട് ചേർന്ന് നിൽക്കുന്ന ഇത് വേരിയബിൾ പാർട്ടും ഇത് നമ്പർ പാർട്ടുമാണ്. ഈ നമ്പർ പാർട്ടിനാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയേ, 2x² + 2x ആണെന്ന് തന്നിരിക്കുന്നതെങ്കിലോ ഇതില് എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ എന്താണെന്ന് മനസ്സിലായ, വേരിയബിളിനോട് കൂടി നിൽക്കുന്ന നമ്പർ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസറിലായിട്ട് കിടക്കാം. നോക്കിയേ, 2 + x² + x. ഇതില് അവർ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് x² ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പം അതിനകത്ത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 2 ഉണ്ട് +x² + x. ഇവര് ചോദിച്ചിരിക്കുന്നത് x² കോഎഫിഷ്യന്റ് മാത്രം. അപ്പൊ അതിനകത്ത് നമ്പർ പാർട്ട് കാണുന്നുണ്ടോ? ഇല്ല. അപ്പം x² എന്ന് മാത്രം അഥവാ x എന്ന് മാത്രമാണ് കാണുന്നതെങ്കിൽ, അതിന്റെ കോഎഫിഷ്യന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്പർ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1 ആയിട്ട് എടുക്കും. അപ്പം x² മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? 1 ആണ്. നേരെ മറിച്ച് -x² എന്നാണ് തരുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? -1 എന്ന് എടുക്കും. ഇത്രയും മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ x²ന്റെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് x²ന്റെ കോഎഫിഷ്യന്റ് ചോദിക്കുമ്പോൾ എന്തായിട്ട് എടുക്കാം? നമുക്ക് 1 ആയിട്ട് എടുക്കാം അല്ലേ. പിന്നെയോ 2 - x² + x³. ഇതിലും ചോദിച്ചിരിക്കുന്നത് എന്താണ്? x²ന്റെ കോഎഫിഷ്യന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ x²ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നമുക്ക് നമ്പർ പാർട്ട് തരാത്തതുകൊണ്ട് നമുക്ക് അത് എങ്ങനെ എഴുതാം? -1 എന്ന് എഴുതാം അല്ലേ. മനസ്സിലായല്ലോ. ഇവിടെ മൈനസ് ഉണ്ട്. x² നമ്പർ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 1 ആയിട്ട് എടുക്കുന്നു. ഇനി 5/2 x² + x. ഇതിലും x²ന്റെ കോഎഫിഷ്യന്റ് എന്തായിട്ടായിട്ടിരിക്കുന്നത്? 5/2 ആയിട്ടായിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് ഏതായിട്ട് വരും? നമുക്ക് 5/2. ഓക്കെ. ഇനി √2x - 1. ഇതിന്റെ x²ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് x²ന്റെ കോഎഫിഷ്യന്റ് ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്? 0 ആയിട്ട് എടുക്കാം. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ കോഎഫിഷ്യന്റിന്റെ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ അല്ലോ. ഇപ്പം എക്സിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും x²ന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് അറിയാമല്ലോ. അപ്പം ഇത് ഒന്നും കൂടി നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.